വേവ് ഫംഗ്ഷൻ എന്താണെന്ന് ആദ്യം പറഞ്ഞു. വേവ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫൈൻസ് ദി സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം അറ്റ് ഈച്ച് സ്പേഷ്യൽ പൊസിഷൻ ആൻഡ് ടൈം. ഒരു പർട്ടിക്കുലർ അതിൽ എക്സ് എന്ന് പറയുന്ന പൊസിഷനിലും ടി എന്ന് പറയുന്ന ടൈമിലുള്ള ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് വേവ് ഫംഗ്ഷൻ. ദിസ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് നമുക്കറിയുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഇല്ലേ, എക്സ്പോണൻഷ്യൽ, ലോഗറിതമിക്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ. ആ ഫംഗ്ഷൻസ് ആർ നോർമലി യൂസ് ടു റെപ്രസെൻറ്റ് എ വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ദിസ് വേവ് ഫംഗ്ഷൻ ഷുഡ് ബി കണ്ടിന്യൂസ്, വേവ് ഫംഗ്ഷൻ ഷുഡ് ബി ഡിഫറൻഷ്യബിൾ ആൻഡ് വേവ് ഫംഗ്ഷൻ ഷുഡ് ബി സിംഗിൾ വാല്യൂഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിരിക്കണം. അപ്പോൾ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതൊരു വേവ് ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. ബിക്കോസ് ഇറ്റ്സ് കണ്ടിന്യൂസ് ആണ്. സിംഗിൾ വാല്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സിന് ഒരു വാല്യൂ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു എക്സിന് ഒന്നിലധികം വാല്യൂസ് പാടില്ല. ലൈക്ക് ഞാനിപ്പോൾ വേറൊരു ഫംഗ്ഷൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിൽ നോക്കിക്കേ, ഈ ഫംഗ്ഷൻ അതിന് രണ്ട് വാല്യൂസില്ല. ഇപ്പം ഈ ഒരു എക്സിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ ഇതിന് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ വേറൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഇത് സിംഗിൾ വാല്യൂഡ് അല്ല. അപ്പോൾ ഇത് എന്ന് പറയുന്ന ഒരു വേവ് ഫംഗ്ഷൻ അല്ല. വേവ് ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ ഇറ്റ് ക്യാൻ ബി എ വേവ് ഫംഗ്ഷൻ. ഇത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂസ് അല്ലല്ലോ, ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കാരണവശാലും ഒരു വേവ് ഫംഗ്ഷൻ അല്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി എ വേവ് ഫംഗ്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് ആൻഡ് ഡിഫറൻഷ്യബിൾ ആണ്. എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വേവ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കേണ്ട ചില കണ്ടീഷൻസാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പോൾ ഒരു സിസ്റ്റത്തിന് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു വേവ് ഫംഗ്ഷനാണ്. വൺസ് വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റത്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാം. അതിന് നമുക്ക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓപ്പറേറ്റേഴ്സ് ശ്രദ്ധിക്കുക. എനർജി ഓപ്പറേറ്റർ, മൊമെൻറ്റം ഓപ്പറേറ്റർ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എനർജി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ IH×∂T. ഓർക്കണം, ടൈം ഡിപ്പെൻഡഡ് ആണ് എനർജിയുടേത്. പി എന്ന് പറയുന്നത് -IH×∂x മൊമെൻറ്റം. ഈ രണ്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? നമുക്ക് ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അതിനുവേണ്ടി ψ(x_t) വെച്ച് HI = Eψ നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഈ H എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ആണ്. ഇറ്റ്സ് എൻ ഓപ്പറേറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? HIക്ക് H എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ല. കൈനറ്റിക് എനർജി വരും P²/2m + Vψ V(x) ψ. ഈ ψ എന്ന് പറയുന്നത് എക്സിൻ്റെയും ടിയുടെയും കോർഡിനേറ്റ് ഇതാണ്. ഇപ്പോൾ ψ(x_t) = Eψ(x_t). ഇനി പിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? നമ്മുടെ ഓപ്പറേറ്റർ അല്ലേ പി എന്ന് പറയുന്നത് IH -IH×∂x ആണ്. അപ്പോൾ P² എന്ത് വരും? P² = -ൻ്റെ സ്ക്വയർ പ്ലസ് പോയി I²H×2m ∂² പ്ലസ് V(x) ψ(x_t) = IH×∂t ψ(x_t). ഇവിടെ P² ആയതുകൊണ്ടാണ് ∂²/∂x² ആയത് ψ(x_t). ഇനി എന്ത് ചെയ്തു? നമ്മൾ ടൈം ഡിപ്പെൻഡൻറ്റും ഈ ഇക്വേഷൻ നമുക്ക് പറയുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ്. ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ടൈമും ഉണ്ട്, പൊസിഷനും ഉണ്ട്. അപ്പോൾ -H×2m ∂²/∂x² പ്ലസ് V(x) ψ(x_t). നോക്കണം, ψ(x_t) = IH×∂ψ/∂t. ഈ സൈയും x_t ആണ്. അപ്പോൾ നോക്കിക്ക്, ഈ ഇക്വേഷനാണ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇനി ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് ടൈം ഇൻഡിപെൻഡൻ്റ് ആക്കാം. ബിക്കോസ് ടൈം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സോൾവിങ്, ആ മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ഉപയോഗിക്കുകയാണ്. ψ(x_t) നിങ്ങൾ നോക്കിയാൽ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ψ(x_t) നമ്മൾ മാറ്റി ψ(x) ഇത് അനദർ ഫംഗ്ഷൻ ψ(x)(φ)(t) ആയിട്ട് എഴുതി. രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ψ(x_t)ക്ക് പകരം ψ(x)(φ)(t) കൊടുത്തത് -H×2/2m ∂²/∂x² പ്ലസ് V(x). ഇത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഫംഗ്ഷൻ ഓഫ് x ആണ്. ψ(x)(φ)(t) = IH×∂t ψ(x)(φ)(t) വന്നു. ഇനി ഇത് ഇപ്പോൾ ∂/∂x² അല്ലേ, അതുകൊണ്ട് ഇതിനകത്ത് φ(t) എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ ടേക്ക് ദിസ് φ(t) ഔട്ട്. φ(t) × -H²/2m ∂² ψ(x)നെ കൊണ്ട് മാത്രമേ അത് ആക്ട് ചെയ്യുന്നുള്ളൂ. ∂² ψ(x/∂x² പ്ലസ് V(x)നും അതുപോലെ ψ(x)(φ)(t) = IH×
സൈ ഓഫ് എക്സ്, കാരണം ഇവിടെ ഫൈ ഓഫ് ടി മാത്രമേ ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സൈ ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. സോ ഐ എച്ച് ക്രോസ് സൈ ഓഫ് എക്സ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ടി. അപ്പം നമുക്ക് ആ ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷനെ വി ആർ ഡിവൈഡിങ് ഇറ്റ് വിത്ത് എന്താണ്, സൈ ഓഫ് എക്സിനെ കൊണ്ടും ഫൈ ഓഫ് ടിയെ കൊണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. നമ്മുടെ ഇക്വേഷൻ എന്താകും? ഇക്വേഷൻ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റി എഴുതാം. അവിടെ നമുക്ക് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഫൈ ഓഫ് ടി ഇതും കൂടി പോയി. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ദിസ് ഇൻറ്റു 1 ബൈ സൈ ഓഫ് എക്സ് ഡോ സ്ക്വയർ സൈ ഓഫ് എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി ഓഫ് എക്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ടേം മൊത്തത്തിൽ പോയി ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഈ സൈ ഓഫ് എക്സ് പോകും, ബാക്കി അവിടെ ഒരു 1 ബൈ ഫൈ ഓഫ് ടി ഡോ ഫൈ ഓഫ് ടി ബൈ ഡോ ടി. നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ കണ്ടോ? ഇനി ഈ ഒരു ടേമിന്, ഈ രണ്ട് ടേമിനെ നമ്മൾ മാറ്റിയിട്ട് ഈ വെച്ച് ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ? എന്ത് ചെയ്യാണ്? ഈക്വൽ ടു ഇ. ഇപ്പോൾ വെച്ച് സി ഈക്വൽ ടു നമ്മൾ എഴുതുവാണ് ഈ ടേം ഇസ് ഈക്വൽ ടു ഈ ടേം ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വന്നു? സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എഴുതാൻ പോവാണ്. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m, അവിടെ ഒരു 1 ബൈ സൈ ഉണ്ടായിരുന്നു, 1 ബൈ സൈ ഓഫ് എക്സ് ഡോ സ്ക്വയർ സൈ ഓഫ് എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ ആയിരുന്നില്ല, ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി ഓഫ് എക്സ് ഈക്വൽ ടു ഇ. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ കൊടുത്ത് ഇക്വേറ്റ് ചെയ്തു. സിമിലർലി ഐ എച്ച് ക്രോസ് 1 ബൈ ഫൈ ഓഫ് ടി ഡോ ബൈ ഡോ ടി, ഡോ ടി തന്നെയല്ലേ, ഡോ ബൈ ഡോ ടി ഫൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ. ആ ഇക്വേഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ് നമ്മളിതിന്. നമുക്കിതിന് എ എന്നും ബി എന്നും കൊടുക്കാം. ഇനി എന്ത് ചെയ്തു? ബി എ നമ്മൾ മാറ്റി എഴുതുവാണ്. ബി മാത്രം ഇപ്പോൾ കൺസിഡർ ചെയ്യുവാണ്. ബി കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? ബാക്കിയുള്ള ടേമിനവിടെ കൊണ്ടുവന്നു. ഡോ ഫൈ ബൈ ഡോ ടി അല്ല, ഓക്കെ, ഡോ ടി അങ്ങോട്ട് കൊണ്ടുപോകുക. ഡോ ഫൈ ബൈ ഫൈ ഓഫ് ടി, ഡോ ഫൈ ബൈ ഫൈ ഓഫ് ടി വെച്ച് ബാക്കി എല്ലാത്തിനെയും കൊണ്ടുപോകാണ്. ഫൈ ഓഫ് ടി വെച്ച് ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തുണ്ടാകും നോക്കട്ടെ? ഇ ബൈ ഐ എച്ച് ക്രോസ് ഒരു ഡോ ടിയും കൂടി ഉണ്ട്. അപ്പോൾ ഡോ ഫൈ ഓഫ് ടി ബൈ ഫൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഡോ ടി. ഇനി എന്ത് ചെയ്യാം? നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓൺ ഇൻ്റഗ്രേഷൻ വി വിൽ ഗെറ്റ് ln ഫൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഇ ബൈ എച്ച് ക്രോസ് ടി വരും. അപ്പോൾ എന്ത് വരും? ഫൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഇ ബൈ എച്ച് ക്രോസ് ടി. ഇതാണ് ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ട് ഓഫ് എ വേവ് ഫംഗ്ഷൻ. ഫൈ ഓഫ് ടി എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ്റെ ഒരു പാർട്ടായിരുന്നില്ലേ, നമ്മൾ എഴുതി ഓർക്കുന്നില്ലേ? സൈ ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി ആയിരുന്നു. അതിനകത്തുള്ള ഫൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനാണ് എപ്പോഴും. അപ്പോൾ സൈ ഓഫ് എക്സ് മാത്രം നമുക്ക് കണ്ടുവച്ചാൽ മതി. സോ വി ക്യാൻ റൈറ്റ് സൈ ഓഫ് എക്സ് ടി എന്ന് പറയുന്ന ഈ ഒരു റിലേഷൻ എഴുതാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ, ഈ എ എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായിരുന്നു? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ 1 ബൈ സൈ ഓഫ് എക്സ്, 1 ആണ് ഇത്, 1 ബൈ സൈ ഓഫ് എക്സ് ഡോ സ്ക്വയർ സൈ ഓഫ് എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി ഓഫ് എക്സ് ഈക്വൽ ടു ഇ. ഇനി ഈ സൈ ഓഫ് എക്സിന് ഇങ്ങോട്ട് കൊണ്ട്, സൈ ഓഫ് എക്സിനെ കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ഓഫ് എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി ഓഫ് എക്സ് സൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഇൻറ്റു സൈ ഓഫ് എക്സ്. അപ്പോൾ ഈ ഇക്വേഷൻ കണ്ടു. ഇതിനകത്ത് ടൈം ഉണ്ടോ? ഇതിൽ ടൈമില്ല, വെറും എക്സ് മാത്രമേ ഉള്ളൂ, സ്പേഷ്യൽ കോർഡിനേറ്റ്സ് മാത്രമേ ഉള്ളൂ. ഈ ഇക്വേഷൻ നമ്മൾ പറയുന്നതാണ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത്, ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൈ ഓഫ് എക്സ് കിട്ടും. 1 സൈ ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ദ കംപ്ലീറ്റ് സൊല്യൂഷൻ ഇസ് സൈ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഇ ബൈ എച്ച് ക്രോസ് ടി.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? psi of xt കിട്ടും. അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള പോർഷൻസ് ഇതൊന്നും കൺസിഡർ ചെയ്യേണ്ട. നമുക്ക് ഈ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഈ ഇക്വേഷനാണ് നമ്മുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കേട്ടോ. ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇത് പഠിക്കണം.